ഹേ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഫിലിമി ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ ചപ്രി മോൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ഗൈസ്. സൂപ്പർ ഇൻ്റർവ്യൂ, നമുക്കൊന്ന് കണ്ടുപോകാം. കയറ്റിയോ നെഗറ്റീവ് ഉണ്ടാവും അല്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവും നമുക്കറിയായിരുന്നു. പക്ഷേ ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്തി അല്ലെങ്കിൽ എത്ര വലുതാണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുള്ള. പക്ഷേ ശരിക്കും കിട്ടി കേട്ടോ. ഇറങ്ങി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വിഷമ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. ചറവറാ തെറിവിളി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓഫ്, എങ്ങനെ സഹിക്കുന്നുണ്ട്. ഇവനെ തൊലിക്കെട്ട് സമ്മതിച്ചു കൊടുക്കണം. ഭയങ്കര സിമിലർ തോട്ട് പ്രോസസ് ഉള്ള ആളാണ് ഞാനും ജാസ്മിൻ. അല്ലെങ്കിൽ ഒരു ട്വിൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ പറയാം. നീ എന്തു ഈ പറഞ്ഞു പോഞ്ഞേ? ജാസ്മിന് നിങ്ങളുടെ ട്വിൻസ് കോൺസെപ്റ്റ് ആണെന്ന്. എൻ്റെ പൊന്ന് ഗബ്രി, ഇനി ടിൻസുകളെ കൂടെ പറയിപ്പിക്കല്ലേ. നിങ്ങളകത്തോട്ട് കയറിയിട്ട് കുറേ കമിതാക്കളെ പറയിപ്പിച്ച് ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നീ ചുമ്മാ നീ വേണ്ടാത്ത പറഞ്ഞ് ഇനി പാവപ്പെട്ട ടിൻസിൻ്റെയും കൂടെ വില കളയല്ലേ. അതായത് എൻ്റെ മൈൻഡിലുള്ളത് എന്താണോ അത് ഞാൻ പറയാതെ തന്നെ ജാസ്മിൻ്റെ മൈൻഡിലേക്ക് വരും. അത് ശരി, നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. ജാസ്മിൻ ഇങ്ങോട്ട് അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് നീ ഇന്ന് കുളിച്ചില്ലയോ ഡി? ഇല്ലടാ, ഞാനൊന്നും കുളിച്ചില്ല, 2 ദിവസമായി കുളിച്ചിട്ട് എന്ന് ജാസ്മിനൊക്കെ പറയാൻ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാണണോടാന്ന് ചോദിക്കുമ്പോൾ കാണിച്ച് തരട്ടെ എന്ന് ജാസ്മോള് പറയുന്നത് ഭയങ്കര ഒത്തൊരുമയാണ് ഇവർ തമ്മിൽ. എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഊന്ന് പറയുമ്പോഴേ ജാസ്മോൾ ഇങ്ങനെ വരും, വാടാ എന്ന് പറഞ്ഞു വരും. അത്രയും ഭയങ്കര മൈൻഡാണ് ഇവർ തമ്മിൽ. ഒരു മറ്റേ ടെലിപ്പതി ബന്ധമാണ് കേട്ടോ. അതല്ലാതെ ഈ നിമിഷം വരെ ജാസ്മിൻ്റെ അടുത്ത് ഞാൻ ഇന്നാളെ ടാർഗറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നാൾ ഇങ്ങനെയാണ്, മറ്റേ ഗെയിം ഇങ്ങനെയായിരുന്നു, ഗെയിം നമുക്ക് ഇങ്ങനെ ചെയ്യാം, ട്വിസ്റ്റ് ചെയ്യാം, ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ നോമിനേഷൻസ് ഭയങ്കര സിമിലർ ആയിരിക്കും. തോട്ട് പ്രോസസ് സെയിം ആണ്. ഞങ്ങൾ നോമിനേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും നമ്മുടെ നോമിനേഷനൊക്കെ ഒരുപോലെയാണ്. പക്ഷെ അത് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടൊന്നും കയറുന്നതല്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ ഭയങ്കര വൈബ് സെറ്റായതിൻ്റെ പേര് നോമിനേഷൻ സെയിം ആണെന്നാണ് പറയുന്നത്. എടാ പൊട്ടക്കുണാബി, നിങ്ങൾ ഡബിളായിട്ട് നിന്ന് കളിച്ചാലേ 2 പേരെയൊക്കെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ സിംഗിളായിട്ട് ഇല്ലാതെന്ന് കളിക്കുന്നത്. അന്നേരം നിങ്ങളുടെ ശത്രുക്കൾ കോമൺ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ നോമിനേഷൻ സിമിലർ ആയിട്ട് വരുന്നത്. നോമിനേഷൻ ഋഷിനെ നോമിനേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം ഋഷി റിയാക്ട് അങ്ങനെ ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് ആരും നോമിനേറ്റ് ചെയ്യില്ല. ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ റിയാക്ട് ചെയ്യും. ജാൻമണി നോമിനേറ്റ് ചെയ്താൽ ജാൻമണി ശപിക്കും അല്ലെങ്കിൽ ഇത് ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് ചെയ്യില്ല. ഗബ്രീനെയും ജാസ്മിനെയും നോമിനേറ്റ് ചെയ്താൽ അവർ ആ ഗെയിം സെൻസിൽ അത് എടുക്കും. സിജോ ഗെയിം സെൻസിൽ അത് എടുക്കും. അതുകൊണ്ട് അവരെ നോമിനേറ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണ് കുറേ പ്രാവശ്യം എല്ലാവരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പൊട്ടത്തരാണ് വിളിച്ച് പറയുന്നത്. എല്ലാവരും നോമിനേറ്റ് ചെയ്ത് അവർ റിയാക്ട് ചെയ്യും, അവർ ശപിക്കും. പക്ഷെ ഞാനും ജാസ്മിനും ഭയങ്കര ഗെയിം സെൻസിൽ എടുക്കത്തുള്ളൂ. ഗെയിം സെൻസിൽ എടുക്കുന്ന 2 കുന്നുങ്ങൾ. നിന്റെ അവിടെ ഈ കൊണച്ച ഡ്രാമ കണ്ട് സഹിക്കാൻ പറ്റാതാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ ഗെയിം സെൻസിൽ കണ്ടിട്ടൊന്നുമല്ല. അതിന് നീ പവർ റൂമിൽ നിന്ന് വെളിക്കോട്ടിറങ്ങി വരണമല്ല, എന്നാലല്ലേ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വട്ടം ഒന്ന് വെളിക്കോട്ടൊന്ന് ഇറങ്ങി കാലെടുത്തൊന്ന് വെളിക്കോട്ട് വെച്ച് ആൾക്കാർ തൂക്കി വെളിയിൽ കളഞ്ഞു വന്നിരുന്നെങ്കിൽ മെഴുകുക കേട്ടോ. ഒന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു ഇവന് പറയാൻ വേണ്ടിയിട്ട്. അത് ബേസിക്കലി എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ ക്യാമറകളുടെ തിരിയണ രീതി അനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാം എങ്ങോട്ടാണ് കൂടുതൽ സ്പേസ് പോകുന്നതെന്നുള്ളത്. ഞാനും ജാസ്മിനും ഒരുമിച്ചിരുന്ന ആ നിമിഷം 2-3 ക്യാമറകൾ കൃത്യമായിട്ട് തിരിയും. അപ്പൊ ഇവൻ അറിയാം കൃത്യമായിട്ട് ക്യാമറ നമ്മളെയാണ് മോളെ ഫോക്കസ് ചെയ്ത് നമ്മുടെ സാധനമൊക്കെ വർക്കാവുന്നുണ്ട്, ഇച്ചിരിയും കൂടെ പൊലിപ്പിച്ച് അങ്ങോട്ട് ഇട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് 2 കെട്ടിപ്പിടുത്ത് ഉമ്മയെ കൊടുക്കുന്നത്. ഇവനെ അവളെ അകത്തെന്ന് വിചാരിച്ചിടോ നമ്മുടെ സാധനം സൂപ്പറായിട്ട് പുറത്തവിടെ ഓടുമായിരിക്കും, ലവ് ബീജമൊക്കെ ഇട്ട് പൊളിക്കുക എന്ന് വിചാരിച്ചിട്ടായിരിക്കും വരിക. വടി നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം അങ്ങോട്ട് എന്നും പറഞ്ഞ് അങ്ങ് മൂപ്പിച്ച് കൊടുത്തത്. ആൾക്കാർ ഇവിടെ ടൂക്കുവാണെന്ന് ഇവറ്റൊക്കെ മനസ്സിലായില്ല കേട്ടോ. ഇവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ റിലേ പോയി. ഇത്രമാത്രം ഹേറ്റ് ഉണ്ടായിരുന്നു ഇവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 2 സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇട്ടാൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സിമിലർ മെന്റാലിറ്റി ഉള്ള പെട്ടെന്ന് കണക്ട് ആവാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഹ്യൂമൻ ബോഡി റിയാക്ട് ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ കുറേ പരിപാടികളുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും തോന്നും. കല്യാണം കഴിഞ്ഞവർ ഹൃതിക് റോഷനെ കണ്ടിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ തോന്നാതിരിക്കില്ലല്ലോ. നീ കൂടുതൽ അതിനെ ബയോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് കുളവാക്കണ്ട. നമ്മുടെ മലയാള ഭാഷയിൽ ഒരൊറ്റ വാക്ക് പറയും, കഴപ്പ്. അത് മതി. നീ അത് കൂടുതൽ ബയോളജിക്കലി കൊളോക്കയിലൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. 2 കൂടെ പിടിച്ച് റൂമിലിട്ട് കഴിഞ്ഞാൽ അവർ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് അവർ ഇതിനെയൊക്കെ തന്നെ നമ്മൾ അവിഹിതവും കഴപ്പൊന്നും മറ്റേന്നൊക്കെ പറയുന്നത്. നീ അതിനെ കൂടുതലങ്ങ് വിശദീകരിച്ച് വിശുദ്ധയാക്കണ്ട നീ കേട്ടോ. പറയണം നമ്മുടെ ഉള്ളിൽ ഉള്ള ഹോർമോൺസ് ആണ് നമുക്ക് വരുന്ന ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് നമുക്ക് എന്തോ പ്രശ്നമുള്ളത്. ഞങ്ങളുടെ ഇടയിൽ ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് വേറൊരു രീതിയിലേക്ക് പോകാൻ പാടില്ല. കാരണം അറിയാം ഇത് നടക്കില്ല. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മനസ്സിലൊരു ബ്ലോക്ക് വയ്ക്കും. ഓക്കെ, ഇത് എന്റെ ടൈപ്പ് അല്ല, അല്ലെങ്കിൽ ഇത് ഒരു ഫ്യൂച്ചർ ഇല്ലാത്തൊരു സാധനമാണ്, അങ്ങനെ അങ്ങോട്ട് പോകണ്ട, ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാം. ആ ഒരു ബൗണ്ടറിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ പ്രണയം തോന്നുന്നുണ്ട് അത് പിടിച്ചു വെച്ചേക്കാണ് എന്നൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചപ്രി മോനെ, നീ എപ്പിസോഡൊന്നും കണ്ടില്ലടാ കുട്ട ഇറങ്ങിയിട്ട്? അന്നൊരു ദിവസം ലാലേട്ടൻ വന്ന് പൊക്കിയിട്ട് 2 കൂടെ ചോദ്യം ചെയ്യുമ്പോൾ നീ ഇവിടെ വണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജാസ്മോൾ എണീറ്റ് പറഞ്ഞൊക്കെ നീ മറന്നുപോയാ? വേണമെങ്കിൽ വീഡിയോ ഞാൻ വെച്ചുതരാം.
ഒന്ന് കണ്ടു നോക്കോ. ഇവയ്ക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട്, അത് പ്രണയത്തിൽ എത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ലാലേട്ടാ, ഞങ്ങളുടെ ഉള്ളിലൊരു ശാനം ഉണ്ട്, അതിലോട്ട് എത്താതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പിടിച്ചു വെച്ചേക്കാണ്, മുട്ടി നിൽക്കുകയാണ്, പക്ഷെ ഞങ്ങൾ അങ്ങനെ പിടിച്ചു വെച്ചേക്കാണെന്നാണ് മോൻ ജാഷുമോള് ഇരുന്ന് പറഞ്ഞത്. ഇന്ന് അവൾ ഈ പറഞ്ഞപ്പം നീ അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് നിന്റെ അണ്ണാക്കിലൊന്ന് പിരിവെട്ടിയിരിക്കുവായിരുന്നാ? അന്ന് പറയണമായിരുന്നല്ലേ ഇതങ്ങനല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇതല്ല, ഞാൻ വെറുതെ ടൈം പാസ്സാണ്, ചുമ്മാ രണ്ടുപേരും പിടിച്ചിട്ടപ്പോൾ ഹോർമോൺ ഇങ്ങനെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതാണത്തില്ല, എന്തുകൊണ്ടന്ന് പറഞ്ഞില്ല? എന്നിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് അവൻ ഹോർമോണിനെ പിടിച്ചതിനകത്തിട്ടേക്ക് ഒന്നും അറിയാതെ പാവപ്പെട്ട ഹോർമോണിനെ വേണ്ടാത്ത പണി നടത്തിക്കരുത് കേട്ടല്ലോ. അവന് ഹോർമോണും കൊണ്ട് വന്നേക്കുന്നു. ജാസ്മിനോട് ഞാൻ ചെയ്യുന്ന ഫിസിക്കൽ ഇന്റിമസി മുഴുവൻ ഞാൻ ഇവിടെ പലരോടും ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ ഒന്നും ആളുകൾ നെഗറ്റീവായിട്ട് കാണുന്നില്ല. ജാസ്മിന്റെ അടുത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനൊരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ അതിനൊരു വൾഗർ സൈഡ് ആൾക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റസ്മിനെ ഞാൻ കൊടുക്കാറുണ്ട്, കവളത്ത് അല്ലെങ്കിൽ നെറ്റത്ത് കെട്ടിപ്പിടിക്കാറുണ്ട്, കൈ പിടിച്ചിരിക്കാറുണ്ട്. ജാസ്മിന്റെ അടുത്ത് കാണിക്കുന്ന സെയിം ഫിസിക്കൽ ഇന്റിമസി അവിടെയും കാണിക്കുന്നുണ്ട്. പക്ഷേ റസ്മിന്റെ അടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, ജാസ്മിന്റെ അടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്നാണ്. നീ റസ്മിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടില്ല, നീ എൻ്റെ അച്ഛനാണ്, നീ എൻ്റെ അമ്മയാണ്, നീ എൻ്റെ മറ്റേതാണ് മറിച്ചേതാണ് എന്ന് പറഞ്ഞിട്ടില്ല. ജാസ്മിൻ്റെ അടുത്ത് മാത്രമേ നീ അത് പറഞ്ഞിട്ടുള്ളൂ. നീ എൻ്റെ പഴത്തിലെ തൊലിയാണ്, നീ എൻ്റെ മാങ്ങിലെ മാങ്ങാണ്ടിയാണ്, മറ്റേതാണ് എന്നൊക്കെ നീ ജാസ്മിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്രണയം തോന്നാതിരിക്കും, അല്ല തോന്നി, അല്ല ഇങ്ങനെയൊക്കെ നീ റസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ജാസ്മിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 24/7 ഈ ഒരു പിടുത്തം 24 മണിക്കൂറില്ല സൂപ്പർ ഗ്ലൂ തൊട്ടിക്ക് വെച്ചേക്കുന്ന റൂട്ട് നീ റസ്മിൻ്റെ അടുത്ത് നടന്നിട്ടില്ല, ജാസ്മിൻ്റെ അടുത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ. ജാസ്മിൻ്റെ പാവാടത്തുമ്പ് പിടിച്ച് നടക്കുന്ന പോലെ നീ റസ്മിൻ്റെ അടുത്ത് നടന്നിട്ടില്ല. വേണമെങ്കിൽ പറയാം റസ്മിൻ പാവാട എടുത്തിട്ട് അവളെ നിക്കറാ ഇടുന്നതെന്ന്, അതൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല കേട്ടോ. നിനക്ക് നിക്കറിൻ്റെ തുമ്പ് പിടിച്ച് നീ നടന്നിട്ടില്ല. ഇത് എല്ലാം ചെയ്തത് ജാസ്മിൻ്റെ അടുത്താണ്. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നീ ഉമ്മ കൊടുക്കുമ്പം നീ കെട്ടിപ്പിടിക്കുമ്പം ആൾക്കാർ അതിനെ വിലയിരുത്തുന്നത്. മനസ്സിലായോ? അവിടെ റസ്മിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഉമ്മ കൊടുക്കുമ്പോഴും ആൾക്കാർ വിലയിരുത്താത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നീ ഇതിന് മുമ്പ് അങ്ങനെ ഡയലോഗൊന്നും അടിച്ചിട്ടില്ല അവിടെ അടുത്ത്, അതൊന്നും നമ്മൾ കാണുന്നുമില്ല. അങ്ങനെ വരുമ്പം നീ ഈ മാതിരി പറച്ചിലും പറഞ്ഞ് അവളെ പോയി കെട്ടിപ്പിടിക്കും. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഉമ്മയെ കൊടുത്തിട്ടൊക്കെ ഇങ്ങ് പോകത്തില്ലായിരുന്നു മോൻ, അതൊന്നും ഓർക്കണില്ലേ? പോകുന്ന വഴിക്ക് ജാസ്മിനോട് ചോദിക്കണേ ഇങ്ങോട്ട് വഴിയെന്ന് പറഞ്ഞ് ഒരു ഉമ്മയെ കൊടുത്തിട്ടങ്ങ് പോകും നൈസായിട്ട്, എന്നിട്ടങ്ങ് മെഴുകുക പുറത്തിറങ്ങിയിട്ട് കേട്ടോ. കൊള്ളാടാ മോനെ, നന്നായിട്ടുണ്ട്. നീ ജാസ്മിനും കൂടെ പുറത്തിറങ്ങിയിട്ട് രണ്ടുപേരും കൂടെ ഒരു മെഴുകാൻ വരണം, അന്നേരം നമുക്ക് ഒന്നുകൂടെ കാണേണ്ടി വരും. ജാസ്മിന്റെ കാര്യത്തിൽ എനിക്കുള്ള സംശയം, ഇത്രയും ദിവസം ലൈവും വീഡിയോസും ഇതെല്ലാം കണ്ടിട്ടും ആ കുട്ടിയുടെ ബേസിക് ക്യാരക്ടർ മനസ്സിലാക്കാൻ പുറത്തുള്ളവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ ദാറ്റ്സ് വെരി സാഡ്. ആര് പറഞ്ഞു നമുക്ക് ജാസ്മിനെ മനസ്സിലായില്ലെന്ന്? ജാസ്മിനെ നമുക്ക് കിടിലുമായിട്ട് മനസ്സിലായി. നീ അവളെ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നതിനും കുറച്ചും കൂടെ നല്ലത്. എടീ, അഫ്സലിനെ പറ്റി നീ ഇറങ്ങിയിട്ട് കേട്ടായിരുന്ന? അതിന് മുമ്പ് കുറച്ച് മുന്നാക്കായും പുന്നാക്കായും കിന്നാക്കായും ഒക്കെ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി നീ കേട്ടായിരുന്ന? ഇവിടെ ഒരുത്തന്നെ എൻഗേജ്മെൻ്റ് ആക്കി വെച്ചിട്ട് അകത്തോട്ട് വന്ന് നിൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് കുറുന്താളിപ്പിക്കുന്നത്, അതൊക്കെ ഇത് ഏത് നേച്ചറാണെന്നാണ് നീ പറയുന്നേ? ഇപ്പം നീ കെട്ടാൻ പോകുന്ന ഒരു പെണ്ണ് നാളെ ബിഗ് ബോസിലോട്ട് പോവുകയാണ്, എന്നിട്ട് അവിടെ കണ്ട ഒരുത്തനുമായിട്ട് അവൾ കിടന്ന് കുറുന്താളിക്കുകയാണ്, എന്നിട്ട് പുറത്തിരിക്കും നീ എന്തുമായിരിക്കും വിചാരിക്കും നമ്മളെ പറ്റി? അവളെല്ലാം കഴിഞ്ഞും പുറത്തോട്ടിറങ്ങി വരുമ്പോഴത്തേക്കും നീ അവളെ രണ്ട് കൈ കിട്ടി ചിലപ്പോൾ ഗബ്ര സ്വീകരിക്കുമായിരിക്കും കേട്ടോ. ഗബ്ര ഭയങ്കര ഉദാര മനസ്കനാണല്ലോ, ഗബ്ര ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതിയുണ്ട്, ചിലപ്പോൾ ഗബ്ര സ്വീകരിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഭയങ്കര അത്ര പ്രോഗ്രസീവ് അല്ലടി. നമ്മൾ ബിഗ് ബോസ് കാണുന്ന അത്രയും ജനങ്ങൾ അത്രയ്ക്കും അങ്ങോട്ട് പ്രോഗ്രസീവ് ആയിട്ടില്ല. നമുക്കതിലേക്ക് ഒരൊറ്റ പേരെ പറയാനുള്ളൂ, നല്ല ഒന്നാം തരം കുത്തിക്കഴുപ്പ്. അല്ല, നമുക്കതിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഡിവൈൻ ലവ് അല്ലെങ്കിൽ ഡിവൈൻ ഫ്രണ്ട്ഷിപ്പ് അതൊന്നും വിളിക്കാൻ പറ്റൂല സാധനത്തിന്. എപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയാലും ജാസ്മിൻ ചിരിക്കാറുണ്ട്. എത്ര വിഷമത്തിൽ നിൽക്കുമ്പോഴാണെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ജാസ്മിനെ ചിരിപ്പിക്കാറുണ്ട്. പക്ഷേ എവിക്ഷനിൽ നിൽക്കുമ്പോൾ ചിരിക്കുന്നത് എന്തുകൊണ്ട് ചിരിച്ചൂടാ? എൻ്റെ മുഖത്ത് നോക്കിയാൽ ചിരിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ലുക്ക് അറ്റ് മൈ ഫേസ്. എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പിടിച്ച് നിർത്തി പറയാം എൻ്റെ മുഖത്ത് നോക്കി ജാസ്മിൻ, എൻ്റെ മുഖത്ത് നോക്ക്. എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവിടെ ചിരിക്കുന്നുണ്ട്. ആ ഒരു കഴിവ് നോക്കണേ ഗൈസ്, മുഖത്തോട്ട് എവിടെയുടെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ ചിരിക്കും. ഓഫ്, ഇതൊരു കഴിവാണില്ലേ? മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പം ചിരിക്കും. ചുമ്മാ അല്ലെന്ന് പറ, അത് വല്ലാത്ത കഴിവാണ്. അത് ഞാൻ വേറെ ആരിലും അങ്ങനത്തെ ഒരു കഴിവ് കണ്ടിട്ടില്ല. മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പം ചിരിക്കും. നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം ഗൈസ്, അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോഴും ജിൻഡോ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ, എന്ത് ഈ പറഞ്ഞ നീ ഒറ്റ കാരണമാണ് ഗബ്രി പുറത്തായെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആയിക്കോട്ടെ, എനിക്കത് പ്രശ്നമില്ലെങ്കിലോ, കഴിഞ്ഞില്ലേ? അരിയും മുഞ്ചിയും മണ്ണെണ്ണയും മുഞ്ചി ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇത് പറയാൻ പറ്റത്തില്ലല്ലോ. അവള് കാരണമാണ് ഞാൻ പുറത്ത് പോയത്. ഇവന്റെ ഉള്ളിലൊരു തോന്നലുണ്ട്, പക്ഷെ ഇവനത് പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. മനസ്സിലായോ? ഇവർ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച ക്യാരക്ടറും എല്ലാം തീർന്ന്. അന്നേരം നമ്മുടെ ചപ്രിമോൻ അതൊന്നും പറയാൻ പറ്റൂല, പെട്ടിരിക്കുകയാണ്. ഉന്നപ്പെട്ട കൊരങ്ങിന്റെ അവസ്ഥയാണെന്ന് ഇവന് പുറത്തോട്ടൊക്കെ മനസ്സിലായി. ജാസ്മിനെ കുറ്റവും പറയാൻ പറ്റത്തില്ല,
എനിക്ക് പറ്റിയ അബദ്ധവും ആയിപ്പോയി പുല്ലി, ഇനിയിപ്പോൾ എന്തോ ചെയ്യണം, ഇനിയിപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ, നീ പിന്നെ അങ്ങനെ അങ്ങ് നിന്നാൽ മതിയുടെ കൂട്ട, അതായിരിക്കും നല്ലത്. സദാചാരം ഇസ് എ ബാഡ് ഹാബിറ്റ്, സദാചാരം ഇസ് എ ബാഡ്. ജാൻമണി ജിൻഡോ ചേട്ടനും ഞങ്ങൾ ഉണ്ടായിരുന്ന അത്രയും ഫിസിക്കൽ ഇൻറ്റിമസി ജാൻമണി ജിൻഡോ ചേട്ടനും കൊടുക്കാറുണ്ട്, കടിക്കാറുണ്ട്, മാന്താറുണ്ട്, പിച്ചാറുണ്ട്. ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ സാധ്യതയുള്ള രണ്ടുപേർ ഒരുമിച്ച് വന്ന് സൗഹൃദത്തിൽ ഏർപ്പെടുമ്പോൾ അതിന് മറ്റൊരു കണ്ണിക്കൂടെ നോക്കി കാണുന്നത് അത് അവരുടെ കുഴപ്പമായിട്ട് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എന്നെ എഫക്ട് ചെയ്യാത്തത്. അതെ 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 അതെ, എല്ലാവരും കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങളും സദാചാര ഓളികളാണ് ഗൈസ്. ഗബ്രിയും ജാസ്മിനും മാത്രമാണ് അവിടെ സദാചാരം ഇല്ലാതെ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും സദാചാര കണ്ണുകളോടുകൂടി കാണുന്നവരാണെന്നാണ് ഗബ്രി പറയുന്നത്. ആണെടാ, നമ്മളൊക്കെ സദാചാരമാണ്, നമ്മളൊക്കെ സദാചാരത്തിൻ്റെ പീക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ സദാചാരം എന്നെങ്കിൽ സദാചാരം നീ എങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ പറയാതിരിക്കാൻ തോന്നുന്നില്ല കേട്ടാ. പെണ്ണിൻ്റെ അടുത്ത് കാണണോ, കാണിക്കുമോ? സദാചാരമല്ല കേട്ടോ, അങ്ങനെ ചോദിക്കുന്നത് സദാചാരമല്ല. നമ്മളൊരു പെങ്കൊച്ചിൻ്റെ അടുത്ത് നീ എന്നെ ഓർക്കൂടാന്ന് ചോദിക്കുമ്പോൾ ആ ആഴ്ച 3 ദിവസം ഓർക്കാറുണ്ടടി, അത് ബാത്റൂമിൽ പോകുമ്പോൾ ഓർക്കാറുണ്ട് എന്ന് പറയുന്നത് സദാചാരമല്ല കേട്ടോ. നമ്മളെ കുഴപ്പമാണ് അതൊക്കെ, നമുക്ക് ഉള്ള പ്രശ്നമാണ്, സദാചാരമല്ല കേട്ടോ. നീ എൻ്റെ എല്ലാമാണ്, കാമുകിയാണ്, മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ എനിക്ക് നിന്നെ കെട്ടാൻ പറ്റൂല, എനിക്ക് വേറെ കെട്ടണമെന്നാണ് എനിക്ക് താല്പര്യം, പക്ഷെ നിന്നെ എനിക്കിങ്ങനെ സ്റ്റെപ്പിനായിട്ട് വെക്കണം, പക്ഷെ എനിക്ക് കെട്ടാനൊന്നും പറ്റൂല. അതൊക്കെ സദാചാരമല്ല ഗൈസ്, പ്രോഗ്രസീവ് തിങ്കിങ് ആണ് ഗൈസ്, അതൊന്നും സദാചാരമല്ല ഗൈസ്. സോ നീ എന്താണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഗബ്രി. നീ ആദ്യം തൊട്ട് അവസാനം വരെ ഈ 19-60 ദിവസമായില്ലേ ഇത് എപ്പിസോഡ് കുത്തിയിരുന്ന് കാണാം, എന്നിട്ട് നല്ലൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു, നിനക്കോട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഇവൻ എന്തുവാ അവിടെ അത് കാണിച്ചു കൂട്ടിയെന്ന് കേട്ടാ. പിന്നെ എന്നെക്കാളും കൂടുതൽ താല്പര്യം എൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും തന്നെ എങ്ങനെയും പറഞ്ഞു വിടണം, പോ നല്ലതാണ്, നല്ല പ്ലാറ്റ്ഫോമാണ്, ചില്ല എൻജോയ് ചെയ്യുന്നത്, പൈസയും കിട്ടും, നിനക്ക് നല്ല ഫെയിമും കിട്ടും, പോട്ടെ പോ എന്നുള്ള രീതിയിൽ പറഞ്ഞത് അവരാണ്. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് മാറ്റി പറഞ്ഞാണ്, ഈ കാലമാടൻ എന്തിനാണോ അകത്തോട്ട് പോയത്, നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും കുടുംബക്കാരെ കൊണ്ടും പറയിപ്പിക്കാൻ വേണ്ടി ഓരോ അങ്ങോട്ട് ചെന്ന് ഇവൻ്റെ കുടുംബക്കാർ വന്നാൽ അത് ലൈവ് വരെ വന്ന് പറഞ്ഞു, മോനെ നിൻ്റെ കളിയൊക്കെ കൊള്ളാം, പക്ഷെ ഇൻഡിവിജ്വലായിട്ട് ഒന്ന് കളിക്കണം. കുടുംബക്കാർ വന്ന് വരാനകത്ത് പറഞ്ഞു, എന്നിട്ട് പോലും ഈ പൊട്ടം മനസ്സിലാക്കിയില്ല. അന്നേരം ഇവൻ പറയുന്നുണ്ടോ, എൻ്റെ തന്ത വരെ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ ജാസ്മോടെ കൈ വിടൂല എന്നും പറഞ്ഞ് അതിന്ന് കളിച്ചവനാണ്. നിന്നെ തള്ളിപ്പറഞ്ഞതിനകത്തോട്ട് വിട്ട ആ ഒരു തെറ്റ് മാത്രമേ ഇതിൻ്റെ കുടുംബക്കാരും ഫ്രണ്ട്സും ചെയ്തോളൂ, പിന്നെ നടന്നതെല്ലാം ചരിത്രം. ആരുടെ സാധനം വിറ്റാൽ കാശ് കിട്ടും, അതവർ വിറ്റു, അത് നിങ്ങളായാലും വിറ്റു, യൂട്യൂബിലുള്ളവരും വിറ്റു, ഏഷ്യാനെറ്റും വിറ്റു, ഹോട്ട്സ്റ്റാറും വിറ്റു, വിൽക്കാൻ പറ്റുന്നവരൊക്കെ വിറ്റു, ഇപ്പൊ വേറെ ചാനലുകളും അത് വിൽക്കുന്നുണ്ട്. ഞാനും വിറ്റടാ മോനെ, ഞാനും നല്ല രീതിയിൽ നിന്നെയൊക്കെ വിറ്റിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ വീഡിയോസിന് റീച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അവരുടെ വോയിസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയത്. അത് തന്നെയാണ് ബാക്കിയുള്ള മീഡിയാസ് ആയാലും എല്ലാവരും ചെയ്തത്. പക്ഷെ നിന്നെയൊക്കെ വിറ്റ് നിന്നെ നല്ല രീതിയിൽ കാശുണ്ടാക്കിയത് ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറുമാണ്. നമ്മൾ അതിനെയൊക്കെ എതിർത്ത് സംസാരിച്ച ആൾക്കാരാണെന്ന് മാത്രം. കാരണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ നല്ല രീതിയിൽ പിന്നെയും നെഗറ്റീവിലോട്ട് തള്ളിയിടാൻ കാണിച്ച നമ്മുടെ ഷോ ഡയറക്ടറിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും ഹോട്ട്സ്റ്റാറിൻ്റെയൊക്കെ ഒരു മനസ്സുണ്ടല്ലോ, അതിനാണ് നീ ആദ്യം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. 24/7 ലൈവ് എടുത്താലും മെയിൻ എപ്പിസോഡ് എടുത്താലും ജബ്രി ആൻഡ് ജാസ്മിൻ അവരെ മാത്രം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടാക്കിയ 50 ദിവസം. സോ നിന്നെയൊക്കെ വിറ്റ് നല്ല രീതിയിൽ TRP കൂട്ടിയത് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറുമാണ്. നമ്മൾ അതിൻ്റെ അറ്റത്തിരുന്ന് ചൂണ്ടയിട്ട് വല്ല ചുട്ടിപ്പൂശാനെയൊക്കെ പിടിച്ച യൂട്യൂബേഴ്സ്, അല്ലാതെ വേറൊന്നുമില്ല. അത്രേ ഉള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഗബ്രി മോൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സാരാംശം ഇതാണ് ഗൈസ്. നമ്മളെല്ലാവരും സദാചാര ഒളികളാണ്, നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്, നമ്മൾ കേട്ടതിൻ്റെ കുഴപ്പമാണ്, അപ്പോൾ നമ്മൾ അവരെ വിറ്റ് പൈസ ഉണ്ടാക്കിയവരാണ്. ഓക്കെ, ഇതൊക്കെയാണെന്നാണ് ഗബ്രിമോൻ പറയുന്നത്. ഗബ്രിയും ജാസ്മിനും ശുദ്ധയാണ്, പരിശുദ്ധയാണ്. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. ഇത് ഞാൻ പറയാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ വായിരിക്കുന്ന നല്ല വാക്കുകൾ പുറത്തോട്ട് വീഴും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വളരെ മൈൽഡായിട്ട് റിയാക്ട് ചെയ്തത്. ഞാൻ നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഓടി എൻ്റെ റൂമിൽ വന്നിട്ട് തട്ടി കിട്ടും, എടാ എന്തുവാടാ അവിടെ, അവർ വല്ല അടിയും മഴക്കും ഞാൻ നടക്കുമെന്ന് വിചാരിച്ചാൽ അവർ വേണമെങ്കിൽ വന്ന് തട്ടി വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു മൈൽഡായിട്ടിരുന്ന് റിയാക്ട് ചെയ്തത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.